നിങ്ങൾക്കറിയുമോ 1930കളിൽ 40കളിൽ 50കളിൽ ലോകത്തെ ഇളക്കി മറിച്ച ഒരു വലിയ പ്രസ്ഥാനമുണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് എക്സിസ്റ്റൻഷ്യലിസം എന്നാണ്, അസ്തിത്വവാദം എന്നാണ്. ആ അസ്തിത്വവാദ പ്രസ്ഥാനത്തിന്റെ മുഖമായി ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നിരുന്നത് ഒരു തരത്തിലുള്ള മുഖവുരകളും ആവശ്യമില്ലാത്ത 20ാം നൂറ്റാണ്ട് കണ്ട മഹാബുദ്ധിജീവി സാർത്രായിരുന്നു അന്നത്തെ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പ്രവാചകൻ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അദ്ദേഹം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ചു, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ചു. എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് മഹാബുദ്ധിജീവിയായ സാർത്ര വിശകലനം നടത്തി. അവസാനം അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്നാണ്. നമ്മുടെ അസ്തിത്വത്തിന് ഒരർത്ഥവുമില്ല. അസ്തിത്വത്തിന് നിർണിതമായ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ആ തോന്നലിനെ ഒരു ഭാരമായി കണ്ട് അതിൽ നിന്ന് കുതറി മാറി നിങ്ങളുടെ അസ്തിത്വം കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുവന്ന എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ അനുരണനങ്ങൾ ലോകത്തുണ്ടായി. ആത്മഹത്യ ചെയ്തു യുവാക്കൾ, പുസ്തകം വായിച്ച് ആത്മഹത്യ ചെയ്തു യുവാക്കൾ. വിശക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് ബ്രഹ്ത് പറഞ്ഞു എന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പുസ്തകം വായിച്ച് മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ലോകത്ത്. ബുദ്ധി കൂടിയിട്ടാണ്. അവർ വലിയ ബുദ്ധിജീവികളായിരുന്നു. അവർ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പതാകവാഹകരായിരുന്നു. ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി എന്തിനാണ് പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തും ചെയ്യാമെങ്കിൽ പിന്നെ ആത്മഹത്യയാകട്ടെ, അതും ചെയ്യാം. അദ്ദേഹം ഇവിടെ സാർത്ര പറഞ്ഞത് ശൂന്യതയാണ് അസ്തിത്വത്തിന്റെ അർത്ഥമെന്നാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ആളുകൾ ചിലർ മയക്കുമരുന്നുകളിലേക്ക് കൂപ്പുകുത്തി. ജീവിതത്തിന് അർത്ഥമില്ലെങ്കിൽ, ഒരു ദൗത്യവും നമുക്കില്ലെങ്കിൽ, ഒരു ബാധ്യതയും നമുക്കില്ലെങ്കിൽ നമ്മൾക്ക് ചരസും കഞ്ചാവുമായി ആ ലോകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ കേരളത്തിലടക്കം ഇതിന്റെ അനുരണനങ്ങൾ വന്നു. സാർത്ര ഇവിടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. TN ജോയ് എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു ബുദ്ധിജീവി, ഇവിടുത്തെ അസ്തിത്വവാദത്തിന്റെ വലിയ വക്താവായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. അത് പടച്ചവൻ എന്ന ഉത്തരമില്ലാതായാൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് മനുഷ്യർക്ക് മനസ്സിലാകാതാകും. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പിടുത്തം കിട്ടാതാകും. പടച്ചവനെ സമവാക്യത്തിൽ നിന്ന് മാറ്റിയാൽ സാർത്രിനെ പോലൊരു മഹാബുദ്ധിജീവിക്ക് പോലും ജീവിതത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.